ഏരൂർ മുസ്ലിം ജമാഅത്തിന്റെ കാഞ്ഞുവയൽ മദ്രസയിൽ അക്രമം കാട്ടുകയും അധ്യാപകനെ മർദ്ദിക്കുകയും ചെയ്ത ആൾ CPM പ്രവർത്തകനാണെന്ന വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമ വസ്തുതാവിരുദ്ധമായ വാർത്ത തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് CPM ഐലറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D പത്മൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ ഇത്തരം വാർത്തകൾ കൊടുത്തുകൊണ്ട് CPMനെ തകർക്കാമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. അവിടെ വളരെ സത്യസന്ധമായി ജനങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് CPIMന് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന പ്രദേശത്ത് ഏതാണ്ട് 50% ജനങ്ങളുടെ പിന്തുണ ആർജിച്ച പ്രവർത്തനം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അതിൽ കുപിതരായിട്ടുള്ള ചില പ്രദേശത്ത് അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അത് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ കടുംപെട്ട് പോലുള്ള ഇടപാടുകൾ നടത്തുന്ന ചില ആളുകൾ ആ ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ ഇത് തിരുത്തിയില്ല എങ്കിൽ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് CPIM മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അക്രമം നടത്തിയ ആൾക്ക് CPMുമായോ പോഷക സംഘടനകളുമായോ യാതൊരു ബന്ധവുമില്ലെന്നും ഇയാൾ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന സുദർശന ബാബുവിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്നും ഇയാളെ രക്ഷിക്കുവാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്നും പത്മൻ കൂട്ടിച്ചേർത്തു. CPM ഏരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം D വിശ്വസേനൻ, DYFI ഏരിയ കമ്മിറ്റി അംഗം അഫ്സൽ, DYFI ഐലറ വില്ലേജ് ട്രഷറർ ഷിനോയ് മാത്യു, KSKTU ഐലറ വില്ലേജ് പ്രസിഡന്റ് നാസറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ.